യുവാക്കൾക്കിടയിൽ പെട്ടെന്നുള്ള മരണത്തിന്റെ കാരണം ഹൃദ്രോഗങ്ങളാണെന്ന് കണ്ടെത്തൽ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അടുത്ത പ്രസിദ്ധീകരിച്ച പോസ്റ്റ്മോർട്ടം അധിഷ്ഠിത പഠന റിപ്പോർട്ടിലാണ് ഇത്തരമൊരു കണ്ടെത്തലുള്ളത്. കോവിഡ് വാക്സിനുമായി ഇതിന് ബന്ധമുണ്ടോ എന്നും കണ്ടെത്തി. ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നടത്തിയ ഒരു വർഷത്തെ പോസ്റ്റ്മോർട്ടം അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ പഠനത്തിലെ റിപ്പോർട്ട് പുറത്ത്. കോവിഡ്-19 വാക്സിനേഷനും യുവാക്കൾക്കിടയിലെ പെട്ടെന്നുള്ള മരണങ്ങളും തമ്മിൽ ഒരു കാരണവശാലും ബന്ധമില്ലെന്ന് തെളിവുകളൊന്നും ഇതിലില്ലെന്നും കണ്ടെത്തി. യുവാക്കളിലെ പെട്ടെന്നുള്ള മരണങ്ങൾ ഇപ്പോഴും ഒരു പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നമായി തുടരുന്നുവെന്നും കൃത്യമായ ഇടപെടലുകൾ ആവശ്യമാണെന്നും പഠനം ചൂണ്ടിക്കാട്ടി. ഈ പ്രായത്തിലുള്ളവരിൽ പെട്ടെന്നുള്ള മരണത്തിന് പ്രധാന കാരണം കൊറോണിയർ ആർട്ടറി ഡിസീസസ് ആണെന്നും ശ്വസന സംബന്ധമായതും വിശദീകരിക്കാനാവാത്തതുമായ മരണങ്ങൾക്ക് കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും പഠനം പറയുന്നു. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ ഒരു വർഷത്തെ കാലയളവിൽ പരിശോധിച്ച പഠനത്തിൽ കോവിഡ്-19 വാക്സിനേഷനും പെട്ടെന്നുള്ള മരണങ്ങളും തമ്മിൽ സ്ഥിതിവിവര കണക്കനുസരിച്ച് കാര്യമായ ബന്ധമൊന്നുമില്ലെന്ന് കണ്ടെത്തി. മരണങ്ങളിൽ ഭൂരിഭാഗവും ഹൃദയ സംബന്ധമായ കാരണങ്ങളാലാണ്. 82.8% പേർക്ക് പ്രതിരോധ വാക്സിനേഷൻ നൽകിയിരുന്നു. കോവിഡ് വാക്സിനേഷന്റെ പ്രശ്നങ്ങളോ തമ്മിൽ കാര്യമായ ബന്ധമൊന്നും ഈ പഠനത്തിൽ കണ്ടെത്തിയിട്ടില്ലെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നു. പ്രായമായവരെ അപേക്ഷിച്ച് ചെറുപ്പക്കാരിലെ പെട്ടെന്നുള്ള മരണങ്ങളിൽ സ്ത്രീകളുടെ ആനുപാതത്തിലെ വർധനവും ഗവേഷകർ കണ്ടെത്തി. ചെറുപ്പക്കാരിലെ പെട്ടെന്നുള്ള മരണത്തിൽ 11% സ്ത്രീകളാണ്. പലരും ക്ഷീണമുണ്ടാകുമ്പോൾ അതിനെ സമൃദ്ധമായ ഉറക്കക്കുറവായി കണക്കാക്കുന്നു. എന്നാൽ വിശ്രമിച്ചാലും വിട്ടുമാറാത്ത ക്ഷീണം ഹൃദയാഘാതത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ചെറിയ ജോലികൾക്ക് ശേഷവും അസാധാരണമായ ക്ഷീണവും ഉറക്കമില്ലായ്മയും ആവശ്യത്തിന് വിശ്രമവും ലഭിച്ചിട്ടും ഉണ്ടാകുന്ന ക്ഷീണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഡോക്ടർമാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.